ഡിയേഴ്സ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ പറയാറില്ലേ, എനിക്ക് അവിടെ ഇരുന്ന് മടുത്തു, എനിക്കത് കഴിച്ച് മടുത്ത്, എനിക്ക് ഹോസ്പിറ്റൽ ജീവിതം മടുത്ത്, എനിക്ക് ഹോസ്റ്റൽ ലൈഫ് മടുത്ത്. ഇങ്ങനെ നമ്മൾ മടുത്ത് എന്ന് നമ്മൾ സാധാരണ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു വേർഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് പറയാമെന്നുള്ളത് നോക്കാം. ഒരൊറ്റ ചെറിയ കുഞ്ഞു ഫ്രേസ് ഓർത്ത് വെച്ചാൽ മതി, നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാവുന്നതായിട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. പിന്നെ നമ്മൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ മസ്റ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. ഓക്കെ, വീഡിയോ. അപ്പോൾ എനിക്ക് ബസ് കാത്ത് നിന്ന് മടുത്തു, എനിക്ക് ഹോസ്പിറ്റൽ ജീവിതം മടുത്ത്, ഈ ബുക്ക് വായിച്ച് എനിക്ക് മടുത്ത്, എങ്ങനെ നമുക്ക് പറയാമെന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് മടുത്തു എന്ന് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഓർത്ത് വയ്ക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഫെഡ് അപ്പ് വിത്ത്. ഫെഡ് അപ്പ് വിത്ത് എന്ന് വെച്ചാൽ മടുത്തു അല്ലെങ്കിൽ മുഷിഞ്ഞു എന്നൊക്കെയാണ് കേട്ടോ. മടുത്തു അല്ലെങ്കിൽ മുഷിഞ്ഞു. ഓക്കെ, അപ്പൊ എനിക്ക് ബസ് കാത്തു നിന്ന് മടുത്തു എന്ന് പറയാനായിട്ട് ഫെഡ് അപ്പ് വിത്ത് എന്നാണ് ഓർത്ത് വെക്കേണ്ടത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെന്റൻസ് ആയിട്ട് കണക്ട് ചെയ്ത് പറയാം. എനിക്ക് ബസ് കാത്തു നിന്ന് മടുത്തു എങ്ങനെ പറയാം? എനിക്ക് ഐ ആം ഫെഡ് അപ്പ് വിത്ത് എന്നാണ് പറയേണ്ടത്. എനിക്ക് മടുത്തു എന്നാകുമ്പോൾ ഐ ആം ഫെഡ് അപ്പ് വിത്ത്. ഓക്കെ, എനിക്ക് മടുത്തു, ഐ ആം ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ബസ്. വെയിറ്റിംഗ് ബസ്, എനിക്ക് ബസ് കാത്തു നിന്ന് മടുത്തു. ഐ എം ഫെഡ് അപ്പ് വിത്ത് വെയിറ്റിംഗ് ബസ്. ഇനി എനിക്ക് ഹോസ്പിറ്റൽ ജീവിതം മടുത്തു, ഇതെങ്ങനെ പറയാം? ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹോസ്പിറ്റൽ ലൈഫ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹോസ്പിറ്റൽ ലൈഫ്. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ഹോസ്പിറ്റൽ ലൈഫ്. അപ്പോൾ എനിക്ക് മടുത്തു എന്ന് പറയാനായിട്ട് ഐ ആം ഫെഡ് അപ്പ് വിത്ത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തൊരു കാര്യവും മടുത്തു എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഐ ആം ഫെഡ് അപ്പ് വിത്ത് എന്ന് മാത്രം പറയാം. എന്നിട്ട് എന്താണോ മടുത്തത് ആ കാര്യം അതേപോലെ എടുത്തിട്ട് പറയാം കേട്ടോ. ഇനി നമ്മൾ ലാസ്റ്റ് കൊടുത്ത സെൻറ്റൻസ് നോക്കിയാൽ, ഈ ബുക്ക് വായിച്ച് എനിക്ക് മടുത്തു, ഇതെങ്ങനെ പറയാം? ഓക്കെ, ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക് എന്ന് പറയാം. ഓക്കെ, ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക്. ഈ ബുക്ക് വായിച്ചിട്ട് എനിക്ക് മടുത്തു. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, വായിക്കുക എന്നുള്ളത് വെർബ് റീഡ് എന്നല്ലേ. ഇവിടെ റീഡ് കൊടുത്തിട്ടില്ല. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ആം ഫെഡ് അപ്പ് വിത്ത് റീഡിങ് ദിസ് ബുക്ക് എന്ന് വേണമെങ്കിലും പറയാം. ഇനി പറഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക്. ഈ ബുക്ക് എനിക്ക് മടുത്തു. ഈ ബുക്ക് എനിക്ക് മടുത്തു എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഒന്നെങ്കിൽ വായിച്ച് മടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമുക്കത് പഠിച്ച് മടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് കണ്ടു മടുത്തിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക് എന്ന് വെച്ചാൽ ആ ബുക്ക് വായിച്ച് നമുക്ക് മടുത്തു, അല്ലെങ്കിൽ ആ ബുക്ക് പഠിച്ച് നമുക്ക് മടുത്തു എന്ന് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ഫെഡ് അപ്പ് വിത്ത് റീഡിങ് ദിസ് ബുക്ക് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അപ്പോൾ മടുത്തു, ചില ആളുകൾ മുഷിഞ്ഞു, ബോറടിച്ചു എന്നൊക്കെയാണ് പറയാ. അവിടെ നമുക്ക് ഫെഡ് അപ്പ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, ഫെഡ് അപ്പ് വിത്ത്. ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് എന്താണ്, ടയേർഡ് ഓഫ് എന്നുള്ള ഒരു ഫ്രൈസും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. ഈ ഫെഡ് അപ്പ് വിത്തിന്റെ അതേ സെയിം മീനിങ് തന്നെ നമുക്ക് എന്താണ്, ടയേർഡ് ഓഫ് എന്ന് പറഞ്ഞാലും കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫെഡ് അപ്പ് വിത്തിന് പകരം ഞാൻ ടയേർഡ് ഓഫ് വെച്ചിട്ട് എങ്ങനെ പറയാം? ടയേർഡ് ഓഫ്. ടയേർഡ് ഓഫ്. ഓക്കെ, അപ്പം ഐ ആം ടയേർഡ് ഓഫ് വെയിറ്റിംഗ് ബസ്. എനിക്ക് ബസ് കാത്തു നിന്ന് മടുത്തു. ഐ എം ടയേർഡ് ഓഫ് വെയിറ്റിംഗ് ബസ്. എനിക്ക് ഹോസ്പിറ്റൽ ജീവിതം മടുത്തു. ഐ എം ടയേർഡ് ഓഫ് ഹോസ്പിറ്റൽ ലൈഫ്. എനിക്ക് ഹോസ്പിറ്റൽ ജീവിതം മടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഐ ആം ടയേർഡ് ഓഫ് എന്നും കൂടെ യൂസ് ചെയ്യാം കേട്ടോ. രണ്ടും ഒരുമിച്ചില്ല, ഒന്നുകിൽ എന്താണ് ഫെഡ് അപ്പ് വിത്ത് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ടയേർഡ് ഓഫ് യൂസ് ചെയ്യുക കേട്ടോ. ഈ ബുക്ക് വായിച്ച് എനിക്ക് മടുത്തു. ഐ ആം ടയേർഡ് ഓഫ് ദിസ് ബുക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ ആം ടയേർഡ് ഓഫ് റീഡിങ് ദിസ് ബുക്ക് എന്ന് നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയും ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് ഇനി ഇതിനെ ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ ചോദിക്കാം. നിനക്ക് മടുത്തോ? നീ ഒറ്റയ്ക്കിരുന്ന് മടുത്തോ? നീ ബുക്ക് വായിച്ച് മടുത്തോ? നീ അവിടെ പോയി മടുത്തോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ. അപ്പോൾ അതും കൂടെ എങ്ങനെ ചോദിക്കാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നോക്കാം. ഇരുന്ന് മടുത്തോ? ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? ഈ ബുക്ക് വായിച്ച് മടുത്തോ? ഹോസ്റ്റൽ ജീവിതം മടുത്തോ? ഇങ്ങനെ നമുക്ക് എന്ത് കാര്യവും മടുത്തോ എന്ന് ചോദിക്കാം അല്ലേ. അത് കഴിച്ച് മടുത്തോ? അവിടെ പോയി മടുത്തോ? എവിടെ ഇരുന്ന് മടുത്തോ? ഹോസ്പിറ്റൽ ജീവിതം മടുത്തോ? അല്ലെങ്കിൽ ഈ ഭക്ഷണം കഴിച്ച് മടുത്തോ? ഇങ്ങനെ എന്ത് കാര്യവും മടുത്തോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ, അതേ വേർഡ് തന്നെ, ഫെഡ് അപ്പ് വിത്ത് എന്ന് ചോദിക്കാം. ഓക്കെ, ഫെഡ് അപ്പ് വിത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ, മടുത്തു എന്ന് പറയാനായിട്ട്. അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ചോദിക്കണം? യു വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ട്. ഓക്കെ ഓക്കെ, യു. ഇനി ബാക്കി ഇത് യു ഫെഡ് അപ്പ് വിത്ത്, യു ഫെഡ് അപ്പ് വിത്ത് സിറ്റിംഗ്.
Are you fed up with sitting? Okay. Are you fed up with sitting? ഇരുന്ന് മടുത്തോ? ഇനി ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ എന്ന് ചോദിക്കാം. നമുക്ക് ഇതേപോലെ തന്നെ എങ്ങനെ ചോദിക്കാം? Are you fed up with Are you fed up with sitting alone here? ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? Are you fed up with sitting alone? ഇവിടെ നമ്മൾ alone മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. Are you fed up with sitting alone? ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? Are you fed up with sitting alone? ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് മടുത്തോ? Are you fed up with sitting alone here? ഇനി ഈ ബുക്ക് വായിച്ച് മടുത്തോ? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഈ ബുക്ക് വായിച്ച് എനിക്ക് മടുത്തു എന്ന് പറഞ്ഞില്ലായിരുന്നോ? എങ്ങനെയാ പറഞ്ഞത്? ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക് എന്ന് പറഞ്ഞില്ലേ? അപ്പൊ നമ്മൾ മുമ്പിൽ എന്ത് കൊണ്ടുവന്നാൽ മതി? യു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് യു ഫെഡ് അപ്പ് വിത്ത് ദിസ് ബുക്ക്? Are you fed up with this book? Are you fed up with this book? ഈ ബുക്ക് വായിച്ച് നിനക്ക് മടുത്തോ? ഇനി ഹോസ്റ്റൽ ജീവിതം മടുത്തോ? അങ്ങനെ ചോദിക്കാം. Are you fed up with hostel life? Are you fed up with hostel life? Hostel life മടുത്തോ? ഇനി ഇത് നമുക്ക് എന്താണ് tired of വെച്ചിട്ട് ചോദിക്കാം. എങ്ങനെ ചോദിക്കാം? ഇരുന്ന് മടുത്തോ? ഇവിടെ നമുക്ക് എന്ത് ചേർത്താൽ മതി? tired of. Are you tired of sitting here? നീ ഇവിടെ ഇരുന്ന് മടുത്തോ? Are you tired of sitting? ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? Are you tired of sitting alone? Are you tired of sitting alone? ഒറ്റയ്ക്ക് ഇരുന്ന് മടുത്തോ? നെക്സ്റ്റ് ഈ ബുക്ക് വായിച്ച് മടുത്തോ? എങ്ങനെ ചോദിക്കാം? Are you tired of this book? Are you tired of this book? ഈ ബുക്ക് വായിച്ച് മടുത്തോ? ഇനി എന്താണ് ഹോസ്റ്റൽ ജീവിതം മടുത്തോ എന്ന് ചോദിക്കാം. Are you tired of hostel life? ഹോസ്റ്റൽ ലൈഫ് മടുത്തോ? Are you tired of hostel life? ഓക്കെ, അപ്പോൾ ക്ലിയർ ആയില്ല. അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കാം. അപ്പോൾ മടുത്തു, മുഷിഞ്ഞു എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ടയേർഡ് ഓഫ് അല്ലെങ്കിൽ ഫെഡ് അപ്പ് വിത്ത്. ഇത് രണ്ട് വേർഡ്സ് വെച്ചിട്ട് നമുക്ക് ഈ രണ്ട് പ്രയോഗം വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെൻറ്റൻസുകൾ കണക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങളെല്ലാവരും ഇതുപോലെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാട്ടോ. ക്വസ്റ്റ്യൻ ചോദിക്കുക, അതിന് ഇതുപോലെ തന്നെ ആൻസറും കണ്ടെത്താനായിട്ട് നോക്കുക. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷ് വളരെ വളരെ ഈസി ആയിട്ട് നമുക്ക് തോന്നും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. സോ ലെറ്റ്സ് ഫൈൻഡ് അപ്പ് അവർ ക്ലാസ് ആൻഡ് ഇഫ് യു ഫൈൻഡ് ദിസ് ക്ലാസ് യൂസ്ഫുൾ, ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. See you on another video. Until then, take care. Bye bye.